നമ്മൾ ഈ പത്തിരി കഴിക്കുമ്പോൾ ഒരു 5 പത്തിരി അല്ലെങ്കിൽ 10 പത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കും. അവിടെയാണ് പ്രശ്നം. നമ്മളൊരു 2 പത്തിരി അതിന് കോമ്പിനേഷൻസ് ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോളാണ്. നമ്മുടെ ഹാർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ക്രേവിങ്സിനെ കുറയ്ക്കാനും സഹായിക്കും തേങ്ങാപ്പാൽ. അതിനോടൊപ്പം നമ്മൾക്ക് 2 കോഴിമുട്ട ആഡ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലതാണ് എഗ്ഗ്. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയി, അതുപോലെ തന്നെ ഫാറ്റായി, അതുപോലെ തന്നെ പ്രോട്ടീനായി. ഇങ്ങനെ പത്തിരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ പത്തിരിയുടെ ഒപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തൊരു കോമ്പിനേഷനാണ് പത്തിരിയും പഞ്ചസാരയും. അത് നമ്മളുടെ ഓൾറെഡി പത്തിരി എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ്, പിന്നെ പഞ്ചസാരയും കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്രയധികം ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് ഉണ്ടാക്കും. നമ്മൾ ഈ പത്തിരി കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് വിശക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഡയറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പകാലം മുതലേ കഴിച്ചു വരുന്ന പത്തിരിയും അതുപോലെ തന്നെ പുട്ടൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എന്ത് സംഭവം നമ്മൾ മോഡറേറ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ്.